അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റിനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ പിന്നെ ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഡേ ഇൻ മൈ ലൈഫൊക്കെ വിടുന്നത്. അപ്പം അതിൻ്റേതായ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമല്ലോ അല്ലേ. പിന്നെ അമ്മച്ചി പറഞ്ഞു മേലെ പോയി ചെടിയൊക്കെ നനക്കാൻ. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കാണിച്ചത് എന്താണെന്നറിയോ, അതിൻ്റെ കലാപരിപാടികളാണ് കേട്ടോ. എൻ്റെ മാത്രമല്ല മീമിൻ്റെതും. എൻ്റെ കലാപരിപാടികൾ ഈ വരക്കണതൊക്കെ നല്ല അടിപൊളിയായിട്ട് വരക്കും. അപ്പം അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ എന്ന് വിചാരിക്കണോ. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് ഈ കൃഷിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറേ പച്ചക്കറികളും ചെടികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ചെടികൾ ഞങ്ങൾ ഛത്തീസ്ഗഡ് പോകുമ്പോൾ അമ്മായിൻ്റെ കൂടെ വെച്ചാണ്. പിന്നെ അത് അങ്ങനെ പൊട്ടി പോയിക്കണം. എന്താ വെച്ചാൽ തേങ്ങ വീണിട്ടാട്ടോ പൊട്ടിയത്. അങ്ങനെ കുറച്ച് നേരം ഈ നമ്മളെ മാങ്ങമരമൊക്കെ നോക്കി നിന്ന് അപ്പം അതിന്മേൽ പൂവും കായൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ അമ്മച്ചി നോക്കാനിട്ട തേങ്ങയൊക്കെ എടുത്തിട്ട് വേഗം താഴത്തേക്ക് ഇറങ്ങി. പിന്നെ എല്ലാ ദിവസവും ചെയ്യണ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെ ബെഡൊക്കെ വൃത്തിയാക്കി വെക്കുക, അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യാണ്. ഞാനും മിമ്മിയും കൂടിയാണ് കിടക്കൽ, പക്ഷെ ഒക്കെ ഞാൻ തന്നെ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ഫോണിലൊന്ന് തോണ്ടിക്കൊണ്ടിരുന്നു. എനിക്ക് പിന്നെ ഈ ക്രാഫ്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമായത് കാരണം എൻ്റെ പണി അതാണ്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയായിരുന്നു, ഉയർന്ന ദോശ. അപ്പം ഞാൻ വെച്ചിട്ട് പറഞ്ഞു നിങ്ങളൊന്നും ചുടണ്ട, ഞാനൊന്ന് ചുട്ടാക്കട്ടെ എന്ന്. ആദ്യമൊക്കെ കുറേ മുറിഞ്ഞു പോയെങ്കിലും രണ്ടാമത് പിന്നെ ശരിയായി. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടിരുന്നു. ഒരു ഉച്ചയായപ്പം നമ്മളെ ലഞ്ചും കഴിച്ച് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങി. എന്താ വെച്ചാൽ ഇവിടെയൊക്കെ ഉള്ള ചെടികളൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാട്ടോ ഈ ഉള്ളിലുള്ള ചെടികളൊക്കെ കാണാൻ. അപ്പോൾ ഇവിടെ കൊലായിലുള്ള കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുത്തിട്ടോ. അങ്ങനെ എനിക്ക് മദ്രസയിലൊക്കെ ഒന്ന് പോകാനുണ്ട്, രാത്രിയാണ് കേട്ടോ. ഞാൻ മിമിനോട് ഒരു ക്യൂട്ട് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞതാ. ഇതാണ് ക്യൂട്ട് എക്സ്പ്രഷൻ. ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങളൊന്നും ഇതിലില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.